അതേക്കാട്ടി നല്ല സൂപ്പർ പടം തന്നെ. പിന്നെ അടിപൊളി സൂപ്പർ 10,000 വട്ടം പറഞ്ഞാലും ഈ സിനിമ സൂപ്പർ. അടിപൊളി ഇഷ്ടപ്പെട്ടു. ഫാമിലി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് പടത്തിലുണ്ട്. അതേപോലെ ഫാമിലിക്ക് മാത്രമല്ല ഫാൻസിനും വേണ്ടിയുള്ള സർവീസും പടത്തിലുണ്ട്. അതുകൊണ്ട് ഹൗസ്ഫുള്ളാണ്. അതേപോലെ തന്നെ എക്സ്ട്രാ ഷോസും അത് ഹൗസ്ഫുള്ളാണ്. റെഗുലർ ഷോയും എക്സ്ട്രാ ഷോ ഹൗസ്ഫുള്ളാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്ന തിയേറ്ററിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ അറിയാം ഭയങ്കര തിരക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്താണ് നമ്മൾ ഇന്ന് തുടര് സിനിമയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാലം ഷോർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഇന്ന് തീർക്കും ഗൈസ്. കാരണം നിങ്ങൾ കാണുമ്പോൾ അറിയാം കൊട്ടാരക്കരയിൽ ഇത്രയും ജനത്തിരക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടാകത്തില്ല. കാരണം ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വരികയാണ്. കുറേ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഹോം ഫുള്ളാണ് തിയേറ്റർ. നമുക്ക് ഇപ്പോൾ ആൾക്കാരുടെ റിവ്യൂലോട്ട് പോകാം. കുറിച്ച് 2 വാക്ക് പറയാം. പടത്തിനെ കുറിച്ച് 2 വാക്ക് പറയാം. അടിപൊളി. ഓക്കെ, മോഹൻലാൽ അഭിനയം എങ്ങനെയുണ്ട്? അടിപൊളി. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട്? മോഹൻലാലിന്റെ അഭിനയൊക്കെ പടം എങ്ങനെയുണ്ട്? സൂപ്പർ. പകുതി ഭാഗം വരുമ്പോൾ മുരുകനായിട്ട് പ്രതിഷ്ഠപ്പെടുക. സൂപ്പർ പടം. ഞാൻ ഇത്രയും നാളായി 53 വയസ്സായി കണ്ടതിലേക്കും ഏറ്റവും വലിയ മോഹൻലാലിന്റെ പടമാണ് ഇത്. ശോഭനയുടെ മോഹൻലാലിന്റെ പടം. അതേക്കാട്ടി നല്ല സൂപ്പർ പടം തന്നെ. പിന്നെ അടിപൊളി സൂപ്പർ 10,000 വട്ടം പറഞ്ഞാലും ഈ സിനിമ സൂപ്പർ. അടിപൊളി. വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടം. അടിപൊളി. കൊള്ളാം. നല്ല പഴയ ഇഷ്ടം. ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. പടം എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട്? നല്ല പടം. പടത്തിനെ കുറിച്ച് 2 വാക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട്? സൂപ്പർ. പടം എങ്ങനെയുണ്ട്? സൂപ്പർ. 2 വാക്ക് പറയാമോ? നല്ല സിനിമ കേട്ടോ. നല്ല മൂവിയാ. മോഹൻലാലിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടോ? പടം കാണാൻ ഭയങ്കര തിക്കും തിരക്കുമാണ്. ഞാൻ ഇങ്ങനെ ഭയങ്കര തിരക്കിലാണെന്ന് പറയുന്നത്. ഭയങ്കര ഇടിയാണ്. ഹൗസ്ഫുൾ ആണ് പടം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പൊ പടം സക്സസ് ആണ് ഗൈസ്. നമുക്ക് പിന്നെ കുറച്ചും കൂടെ ആൾക്കാരുടെ റിവ്യൂ കൂടെ എടുക്കാനുണ്ട്. എന്നാലും നമുക്ക് ബാക്കി കാണാം. മോഹൻലാലിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടോ? പഴയ ഒരു ഫീൽ കിട്ടിയോ മോഹൻലാലിന്റെ? പടം എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി. നല്ല പടം. മോഹൻലാലിന്റെ ശോഭനയുടെയും പണ്ടത്തെ ഒരു ഫീലാണ് കിട്ടിയത്. പണ്ടത്തെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാ ഫാമിലിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ പണ്ടത്തെ ഒരു വിന്റേജ് പടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാൽ. അതെ. എമ്പുരാൻ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എമ്പുരാനാണ് ഇഷ്ടപ്പെട്ടത്? തുടരുവാണ് ഇഷ്ടപ്പെട്ടത്? രണ്ട് ജോണറാണ്. തുടരും ഒരു ഫാമിലി പിക്ചറാണ്. ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയുന്നത്. ഇത് ഇപ്പൊ നടക്കുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, ഗുഡ് സ്ക്രീൻ. മോഹൻലാലിന്റെ ശോഭനയുടെ ആ പണ്ടത്തെ ഒരു ഫീൽ കിട്ടിയോ? തീർച്ചയായും. ഓക്കെ, അപ്പൊ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടോ രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. ഓക്കെ, പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാ? കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശോഭനയാണ് തന്നെ. ഓക്കെ, ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെയുണ്ട്? കൊള്ളാം. പടം എങ്ങനെ ഇഷ്ടപ്പെട്ടോ? മോഹൻലാലിന്റെ ശോഭനയുടെയും പിന്നെ ഒരു അഭിനയം ഇഷ്ടപ്പെട്ടോ? പണ്ടത്തെ പോലെ തന്നെയായിരുന്നോ? ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടതാണോ? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ശോഭനയുടെയും മോഹൻലാലിന്റെയും പണ്ടത്തെ ഒരു ഫീൽ. ആദ്യത്തെ കുറച്ച് പോർഷനിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പടം. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലായിരുന്നു. സോങ് നല്ല സോങ്. ഡയറക്ഷൻ എങ്ങനെയുണ്ട്? അതൊക്കെ കൊള്ളാം. പടം എങ്ങനെയുണ്ട്? മോഹൻലാലിന്റെ ശോഭനയുടെ പണ്ടത്തെ ഒരു എഫക്ട് കിട്ടിയോ പടത്തിന്? ഓക്കെ, സോങ് ഒക്കെയോ? സോങ് അത്ര അങ്ങനെ സോങ് ഒന്നും ഇല്ല. ഇടയ്ക്ക് BGM കുഴപ്പമില്ല, നല്ലതായിരുന്നു. അടിയിടിയൊക്കെ ഉണ്ടോ? ഫാമിലി പടം? ഫാമിലി പടവുമാണ്. അങ്ങനത്തെ ഉള്ള മിക്സഡ്.
ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു? ഡയറക്ഷൻ കൊള്ളാം, നല്ല. ഓക്കെ, പടം എങ്ങനെയുണ്ട്? പടം നല്ല കിടിലൻ പടമാണ്, നല്ലൊരു പടമാണ്. ഓക്കെ, ഹൗസ്ഫുൾ ആണെന്ന് കേട്ടു, അതിന് മാത്രം അടിപൊളിയാണ്. അതിനുള്ള ഉണ്ട്. ഫാമിലി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് പടത്തിലുണ്ട്. അതേപോലെ ഫാമിലിക്ക് മാത്രമല്ല ഫാൻസിനും വേണ്ടിയുള്ള സർവീസും പടത്തിലുണ്ട്. അതുകൊണ്ട് ഹൗസ്ഫുള്ളാണ്. അതേപോലെ തന്നെ എക്സ്ട്രാ ഷോസും അതും ഹൗസ്ഫുള്ളാണ്. റെഗുലർ ഷോയും എക്സ്ട്രാ ഷോ ഹൗസ്ഫുള്ളാണ്. ഓക്കെ, മോഹൻലാൽ ശോഭനയും കൂടെ വരുന്ന കോമ്പിനേഷൻ ആയിരുന്നല്ലോ പണ്ടൊക്കെ, ആ ഒരു ഫീൽ കിട്ടിയോ? അതൊന്നുമല്ല, പക്കാ മോഹൻലാൽ പടം അങ്ങനെ ഒരു ഇതില്. ഓക്കെ, വില്ലനുണ്ട്. വില്ലൻ അത്ര വില്ലന് നല്ല ബിനു പപ്പു, അതേപോലെ തന്നെ വില്ലൻ ക്യാരക്ടർ അവതരിപ്പിച്ച ആളും അതേപോലെ മോഹൻലാൽ, ഇവരുടെ മൂന്നൊരു പെർഫോമൻസ് ആണ് പടത്തിൽ ടോപ്പായിട്ട് ഇരിക്കുന്നത്. മൂന്നൊരു കട്ടയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത സിനിമയാണ് ഈ തുടരും. ഓക്കെ, ഡയറക്ഷൻ എങ്ങനെയുണ്ട്? തൽമൂർത്തിയുടെ ഡയറക്ഷനാണ്. ഞാൻ തൽമൂർത്തിയുടെ 3 പടം തിയേറ്ററിൽ കണ്ടതാണ്. ഓപ്പറേഷൻ ജാവ, സൗദിയുള്ളേക്ക്. അപ്പോൾ ഇത് വന്ന് തുടരും. പുള്ളി ബാക്കി 2 പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. എല്ലാ രീതി പ്രേക്ഷകർക്കും ഒന്ന് തൃപ്തിപ്പെടുത്തുന്ന ഒരു പടമായിരിക്കാം ഈ തുടരും. ഓക്കെ, അപ്പോൾ ഈ ഫാമിലി പടമായിരുന്നു. അപ്പോൾ സോങ്ങും അതൊക്കെ എങ്ങനെയായിരുന്നു? സോങ് മറ്റേ കണ്ണാടി പൂവ് എന്നൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നല്ല തിയേറ്ററിൽ കാണാൻ നല്ല രസമായിരുന്നു. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. നല്ല ട്രെൻഡിങ് ആയിരുന്നു. റീൽസിലൊക്കെ ആണെങ്കിൽ നല്ല ട്രെൻഡിങ് സാധനമായിരുന്നു. നല്ല പാട്ടുകളാണ് കമ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പടത്തിന് വലിയതായിട്ട് ബൂസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വെച്ചാൽ അപ്പുറത്ത് മറ്റേ പൃഥ്വിരാജിന്റെ സംവിധാനത്തുള്ള എമ്പുരാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പടത്തിന് അധികം ഹൈപ്പൊന്നും ഇല്ലാതെ ലോ ഹൈപ്പ് കയറി വന്ന്. പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ നല്ല റിപ്പോർട്ട് വന്നു, പിന്നെ കയറി കൊളുത്തി. അങ്ങനെ തന്നെ. അപ്പോൾ എമ്പുരാനെ ഇഷ്ടപ്പെട്ടത് ഇതാ? ഉറപ്പായിട്ട് തുടരുക തന്നെ ഇഷ്ടപ്പെട്ടത്. പടം എങ്ങനെയുണ്ട്? നല്ല പടമാണ്, കുഴപ്പമില്ല. മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് നല്ല പടമായിരുന്നു. ഓക്കെ, എമ്പുരാൻ കണ്ടായിരുന്നോ? എമ്പുരാൻ കണ്ടായിരുന്നു. ഓക്കെ, എമ്പുരാനോ ഇഷ്ടപ്പെട്ടതോ തുടരും? അത് എമ്പുരാൻ വേറെ ഒരു ലെവല്, ഇത് വേറെ പടം, രണ്ട് പടമാണ്. ഓക്കെ, ഈ പടത്തിനകത്തൊരു വില്ലൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ വില്ലൻ ഭയങ്കര പവർഫുൾ ആണ്. വില്ലൻ അത് നമുക്ക് ആദ്യമേ അറിയാൻ പറ്റുന്നതാണ്. അറിയാം, അത് അയാളാണ് വില്ലൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റോറി എങ്ങനെയുണ്ട്? നല്ല സ്റ്റോറിയാണ്. ഓക്കെ, സോങ് ഒക്കെയോ? സോങ് കുഴപ്പമില്ല, ഒരു സോങ് ഉണ്ടായിരുന്നു, നല്ല സോങ് ആയിരുന്നു. ഓക്കെ, മോഹൻലാൽ ശോഭനയുടെ പണ്ടത്തെ ഇതുപോലെയാണോ? അല്ലല്ല, അതല്ല, വേറെ ഒരു ഇതാണ്. മോഹൻലാലിന്റെ ശോഭനയുടെ ഒരു പണ്ടത്തെ അതെ, നല്ലൊരു അഭിനയമായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ ഇഷ്ടം? സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ഇഷ്ടമായത്. സോങ് ഒക്കെ ഉണ്ടായിരുന്നോ? സോങ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല സോങ് ഒക്കെ ആയിരുന്നു. ഓക്കെ, മോഹൻലാലിന്റെ അഭിനയം ഇഷ്ടമാണ്. ഒരു ഷോ കഴിഞ്ഞ് അടുത്ത ഷോയിലോട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. എൻട്രൻസിൽ തന്നെ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇന്ന് പുറത്തൊക്കെ നോക്കിയാൽ എല്ലാവരും പോകുന്നതാണെന്നാണ്ട്. ഇപ്പോൾ ഒരു ബൈക്ക് പാസ് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് ഹൗസ്ഫുള്ളാണ് തിയേറ്റർ. ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയില്ല, ഭയങ്കര ആൾക്കാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കാണുന്നത്. അപ്പോൾ ഗെയ്സ്, നമ്മൾ തുടരും സിനിമയുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഈ വർഷത്തെ തുടക്കത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും ഇന്ന്. കാരണം എമ്പുരാൻ്റെ അവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ തുടരും സിനിമയുടെ തിരക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക ഏതാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ തിക്കും തിരക്കിന് വരുന്നിട്ടായിരുന്നു റിവ്യൂ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ നമ്മൾ ഈ സിനിമ ഒരു അടിപൊളി സിനിമയാണ്, ഫാമിലി മൂവിയാണ്. മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമയ്ക്കകത്ത് കൂട്ടിയാണ്. ശോഭനയും മോഹൻലാലും കൂടെ വരുമ്പോൾ ഒരു നല്ലൊരു കോമ്പിനേഷൻ, നിങ്ങൾക്കത് അറിയാലോ. ബൈ ബൈ.